കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശരി, ഓക്കെ. എന്താ മോളെ? രവി രാത്രിയിൽ എന്തു പറയാനാ വിളിച്ചേ? വളരെ വിചിത്രമായ കാര്യങ്ങളാ ഭാനുമ അവിടെ നടക്കുന്നത്. ഹർഷയ്ക്ക് പെട്ടെന്ന് എന്തോ വയ്യായ്ക വന്നു. രവി അത് അറിയുന്നുമില്ല. ഇന്ദ്രേട്ടനും അമ്മയും പെട്ടെന്ന് വന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. രവിക്ക് അവിടെ നോക്കുകുത്തിയായി നിൽക്കേണ്ടി വരുന്നു. എങ്ങനെയുണ്ട്? അമ്മയും മോനും കൂടി അവളെ പിടിച്ചോണ്ട് പോയിട്ട് അവളുടെ പ്രസവം കൂടി ഏറ്റെടുക്കാനായിരിക്കും ഭാവം. ആ വീട് അവളുടെ പേരിലാണല്ലോ, അത് സ്വന്തമാക്കുകയായിരിക്കും അടുത്ത ലക്ഷ്യം. പക്ഷേ രവി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവൻ വീട് പൊട്ടി അപ്പ തന്നെ ഇറങ്ങി. എന്നിട്ട് ഹർഷയെ അവരെ തിരിച്ചു കൊണ്ടുവന്നപ്പോ വീട് പൂട്ടിക്കിടക്കുന്നു. രവി അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ പോയി തന്റെ ഭാര്യയെ 2 പേർ ചേർന്ന് തട്ടിക്കൊണ്ടുപോയെന്നും പറഞ്ഞ് പരാതി കൊടുത്തു. അശ്ശോ. തൊട്ടുപുറകെ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നും പറഞ്ഞ് ഹർഷയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. നാളെ 2 കൂട്ടരും സ്റ്റേഷനിലേക്ക് ചെല്ലണം. അപ്പോ ഹർഷ ഇന്ന് എവിടെ താമസിക്കും? ആർക്കറിയാം. ഏതായാലും ഗർഭിണിയായ അവളെ അങ്ങനെയൊന്നും ഇന്ദ്രേട്ടനും അമ്മയ്ക്കും പെരുവഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. രാത്രി കിടക്കാൻ എന്തെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി കൊടുക്കുമായിരിക്കും. ഏതെങ്കിലും സ്ഥലമൊന്നും ആയിരിക്കില്ലാനോ. അവളെ സുശീല സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അതെങ്ങനെ? അവിടെ സത്യനും സോനയൊക്കെ ഇല്ലേ? ഇല്ല. സോനി ശ്യാമും അവന്റെ അച്ഛന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിനടുത്ത് ഫ്ലാറ്റ് എടുത്ത് താമസിക്കുകയാണെന്ന് എനിക്കറിയാലോ. സത്യനും പ്രതിഭയും പെട്ടെന്നൊരു യാത്രയും പോയി. വൈകുന്നേരം ഞാൻ അമ്പലത്തിൽ പോയപ്പോ അവിടുന്ന് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഇന്ന് വീട്ടില് ഇന്ദ്രനും സുശീലയെ മാത്രമേ കാണൂ. ഹർഷയെ അവരവിടേക്ക് തന്നെ കൊണ്ടുപോകും.